പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 20 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട്, അതിശയമായിട്ട്, ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തി. എല്ലാത്തിനും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതോർത്ത് ദൈവിക ജ്ഞാനത്തിൽ, ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവിക മഹിമയിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം അപ്പാ, സ്തോത്രം 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 അപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമേൻ. 146 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിന് കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഞാനുള്ള കാലത്തോളം എൻ്റെ കർത്താവിന് കീർത്തനം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിന് സ്തോത്രം. ഈ ദിവസം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ കർത്താവെ അങ്ങയുടെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ആരും ഇന്ന് പകൽക്കാലം ഒരു നിരാശപ്പെട്ടിരിക്കുവാനോ ദുഃഖത്തിലിരിപ്പാനോ കർത്താവെ ഹൃദയം കലങ്ങിയിരിക്കുവാനോ ഇടവരാതെ ദൈവിക സന്തോഷത്താൽ എല്ലാവരും നിറയട്ടെ, ദൈവിക സമാധാനത്താൽ എല്ലാവരും നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെയും ഭവനങ്ങൾ സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവെ, ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകല രോഗികളും സൗഖ്യമാകട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കട്ടെ, പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് വയറിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ശാമേൻ, വയറിനകത്ത് മറ്റു ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ വിടുവിക്കപ്പെടട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികളെ തുറക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വിവാഹം നടക്കുന്നതിന് സ്തോത്രം. വീട് പണി ആരംഭിച്ചു, പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ അത്ഭുതമായി കർത്താവെ അത് പൂർത്തീകരിക്കുവാൻ കൃപ കൊടുക്കുന്നതിന് സ്തോത്രം. ആമേൻ. ജോലിയിൽ ആമേൻ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നവർ കർത്താവായ യേശുവിൻ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. ബിസിനസ്സിൽ ഒരു ഉയർച്ചയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തു നാമത്തിൽ അതിൽ ഉയർച്ച അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ദൈവിക ഇടപെടൽ ഉണ്ടാകണം. കർത്താവിൻ്റെ മഹിമ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ തൻ്റെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ചതിന് വീണ്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ കർത്താവ് നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. യൂദായുടെ ലേഖനം 21 വാക്യം. യൂദായ്ക്ക് ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. യൂദായുടെ ലേഖനം അതിൻ്റെ 21 വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച അതേ ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിപ്പാൻ, ആകുലതകളെ വിട്ട്, നിരാശകളെ വിട്ട് സമാധാനത്തോടും ധൈര്യത്തോടും ജീവിപ്പാൻ, അല്ലെങ്കിൽ ഭയമില്ലാതെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു നുറുങ്ങു വഴിയാണ് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് നമ്മളെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ
എന്താണെന്നറിയാമോ? നമുക്ക് ആ സമാധാനമായിട്ട് ജീവിക്കുവാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. ചിലപ്പം രോഗലക്ഷണങ്ങളാകാം, മറ്റു പലതുമാകാം, മറ്റു പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളാകാം. ഈ കാര്യങ്ങളിലെല്ലാം നടുവിലൂടായിരിക്കാം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം അകറ്റാനുള്ള ഒരേ ഒരു മാർഗം അത് പുറന്തള്ളുക, ഭയത്തെ പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പം അതിനെന്താ ബൈബിൾ പറയുന്നൊരു വചനമെന്ന് പറഞ്ഞാൽ, സ്നേഹത്തിൽ ഭയമില്ല, അല്ലെങ്കിൽ സ്നേഹത്തിൽ ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യം, ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ഭയം നമ്മിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിയുക. സ്നേഹത്തിലെന്നില്ല, ഭയമില്ല. ദൈവസ്നേഹം നമ്മൾ തികച്ചും മനസ്സിലാകുമ്പോൾ, ദൈവസ്നേഹം പൂർണ്ണമായിട്ട് തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിന് അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ സംശയമില്ല, അവന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു എത്ര വലിയ ഭയാനകമായ സാഹചര്യം വരുമ്പോഴും അപ്പൻ്റെ തോളിലിരിക്കുന്ന കുഞ്ഞല്ലേ, അപ്പൻ്റെ കൈ പിടിച്ചിരിക്കുന്ന കുഞ്ഞിന് ഭയമില്ല. കാരണം എന്താ പറയുക, അവന് അപ്പൻ്റെ സ്നേഹം നല്ല ബോധ്യം, അല്ലെങ്കിൽ അപ്പൻ്റെ സ്നേഹത്തിനകത്ത് അവൻ അലിഞ്ഞു നിൽക്കുക. അപ്പോൾ അവനറിയാം ഏത് പ്രതിസന്ധിയിലും അവനെ അപ്പൻ വിടുവിക്കും, അവനെ സംരക്ഷിക്കും, അവനെ സൂക്ഷിക്കുമെന്നൊരു ഉറപ്പാണ്. ഇന്ന് ഒരു കുഞ്ഞിനെ പോലെ നമ്മളും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിശ്വസിക്കണം. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്നവനാ. ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? എന്നെ രക്ഷിപ്പാനായിട്ട്. ഈ നീചമരണത്തിന് തൻ്റെ പുത്രനെ അയച്ചത്, അവൻ ഇതെല്ലാം മനസ്സിലാക്കി അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ രക്ഷ പ്രാപിപ്പാൻ, എന്നെ രക്ഷിക്കുവാനാണ്. അപ്പം അങ്ങനെങ്കിൽ എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നെങ്കിൽ എന്നെ സംരക്ഷിക്കാതിരിക്കുമോ? എന്നെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാതിരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാതിരിക്കുമോ? നമുക്ക് ആ ഒരു വലിയ ബോധ്യം വേണം. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും അവൻ വിശ്വസിക്കുക, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും സങ്കീർത്തനക്കാരൻ പറഞ്ഞാൽ, കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അങ്ങനോട് കൂടി ഇരിക്കുന്നു, അങ്ങനെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും, ഏത് വേദനകളുടെ നടുവിലാണെങ്കിലും, ഏത് വിഷയങ്ങളുടെ നടുവിലാണെങ്കിലും ഒരു ദൈവവൈതലിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് വീട്ടുകാരോ നാട്ടുകാരോ കൂടെ ഉണ്ടെന്നുള്ളതല്ല, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ദൈവം കൂടെ ഉണ്ടപ്പോൾ ആമേൻ, എന്തിനാണ് നമ്മൾ ഭാരപ്പെടുന്നത്? കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഏത് വിഷയത്തിൽ നമ്മളെ വിടുവിപ്പാൻ മതിയാകും. നമ്മുടെ വിശ്വാസം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ അറിവ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അറിയേണ്ടത്? ആമേൻ, എന്നെ എല്ലാത്തിനേക്കാൾ അധികം സ്നേഹിക്കുന്ന, ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. എന്നോടുള്ള എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ മാറ്റിക്കളയുവാൻ ഒന്നിനും കഴിയത്തില്ല. എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയത്തില്ല. നിത്യസ്നേഹത്താലാണ് എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നത്. നിത്യസ്നേഹത്താലാണ് എന്നെ സ്നേഹിച്ചിരിക്കുന്നത്. ആഴമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ആ സ്നേഹത്തിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശാണ്. കാൽവരി ക്രൂശാണ് സ്നേഹത്തിൻ്റെ തെളിവെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ ജീവൻ തരുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചെങ്കിൽ എൻ്റെ സകല വിഷയത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ശരണമാണ്, എൻ്റെ പിതാവ്. അപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, മാതാവേ പിതാവേ കുഞ്ഞെ, ഭയത്തെ പുറത്താക്കി കളയുക. നിങ്ങളെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുക. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിന് ഇനി നിങ്ങളെ ഒത്തിരി സ്നേഹിക്കാനൊന്നുമില്ല. നിങ്ങളെ കർത്താവ് തൻ്റെ പൂർണ്ണ സ്നേഹത്തിലാണ് സ്നേഹിച്ചിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളം ആ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ സകല ഭയങ്ങളും നമ്മുടെ ഉള്ളിൽ നീങ്ങിപ്പോകും. ഇന്ന് പ്രഭാതത്തിൽ സകല ഭയവും മാറിപ്പോകട്ടെ. മരണഭയം മാറിപ്പോകട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ഭയം മാറിപ്പോട്ടെ, മക്കളെക്കുറിച്ചുള്ള ഭയം മാറിപ്പോട്ടെ, രോഗത്തെക്കുറിച്ചുള്ള ഭയം മാറിപ്പോട്ടെ, ജോലിയെക്കുറിച്ചുള്ള ഭയം മാറിപ്പോട്ടെ. അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയുള്ള ഭയങ്ങളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വസ്ഥമാകട്ടെ. ദൈവസ്നേഹത്താൽ, ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടിനാൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിറഞ്ഞു കവിയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.